ഹായ് ഗായ്സ്, ദിസ് ഇസ് ബിൻഷാദ് വെൽക്കമിങ് യു ടു മൈ ചാനൽ മേവക് ലൈഫ് സ്റ്റൈൽ. ഇന്ന് തേഴ്സ്ഡേ, അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് വന്നിരിക്കുകയാണ്. വീക്കെൻഡ് വന്നപ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. ഇവിടെ മെയിനായിട്ട് മാളിലൊക്കെ അല്ലേ പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മാളിലൊന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വൻ ഓഫേഴ്സാണ്. ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓഫർ കേട്ടോ, 50%, അതേപോലെ ബൈ വൺ ഗെറ്റ് വൺ, ഈവൻ ബൈ വൺ ഗെറ്റ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ മിക്ക ഷോപ്പിലും കയറി, പിന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അതൊരു രസമല്ലേ, പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ചില ഷോപ്പിലൊക്കെ നല്ല ഡീൽസ് ആയിരുന്നു, പക്ഷേ ചില ഷോപ്പിലൊക്കെ ഡീൽസ് അത്ര പോരായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഇവിടെ നല്ല ബ്രാൻഡ്സിന്റെ ലക്ഷറി വേർഷൻസ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് മാത്രമല്ല നല്ല പ്രൈസിങ്ങും ആയിരുന്നു. പിന്നെ ഏറ്റവും അടിപൊളി ഡീൽ ഉണ്ടായിരുന്നത് മിലാനോയിലാണ്. മിലാനോയിൽ പോയപ്പോഴാണ് ബൈ വൺ ഗെറ്റ് ടു ഓഫർ ഉണ്ടായിരുന്നു. അവിടെ കണ്ടില്ലേ, വൻ റഷ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വൻ റഷ് ആയിരുന്നു. കാരണം ഒന്നുമല്ല, ബൈ വൺ ഗെറ്റ് ടു ആണ് ഓഫർ. സോ മിക്ക ആളുകളും സാധനം വന്ന് മേടിച്ച് കൊണ്ടുപോയിരുന്നു. പിന്നെ അതുപോലെ ഇത് സ്പോർട്സ് കോർണർ എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ നല്ല ബ്രാൻഡിന്റെ ഷൂസും അതേപോലെ ടീഷർട്സും നമുക്ക് ഈ സ്പോർട്സ് വെയർ ഒക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മിക്ക ബ്രാൻഡഡ് ഷോപ്പിലായിരുന്നു കേട്ടോ ഇതേപോലെയുള്ള ഓഫേഴ്സ് ഉണ്ടായിരുന്നത്. സോ ഖത്തറിലുള്ള മിക്ക മാൾസിലും ഇതേപോലെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഇവരുടെയൊക്കെ ഷോറൂം മിക്ക മാൾസിലും ഉണ്ടാവാറുണ്ട്. സോ ഗൈസ്, ഇവിടെ ഷോപ്പിങ്ങിൽ ഈ ക്ലോത്തിങ്ങിനും അതേപോലെ തന്നെ ഫുഡ് വെയർസിനും മാത്രമായിരുന്നില്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടോയ്സ്, അതേപോലെ ബെഡ്ഷീറ്റ്സ്, പിന്നെ അതേപോലെ ക്രോക്കറി ഐറ്റംസ്, അങ്ങനെ മിക്ക സാധനത്തിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ബിലിമോന് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിൽഡ്രൻ ഏരിയയിലേക്ക് ഒന്ന് പോയി. അവിടെ വന്നപ്പോഴാണ് ഇതേപോലെ ഗെയിമിങ് കളിക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഈ ഗെയിമിൻ്റെ പാർട്ടിലൊക്കെ ആൾ കുറച്ച് നേരമായിട്ടേ ഇരിക്കുന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കുട്ടികൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളും വന്നിട്ടുണ്ട്. പിന്നെ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കാരണം ഓഫേഴ്സൊക്കെ ഉള്ളതല്ലേ, ഇഷ്ടമാവുകയാണെങ്കിൽ എടുക്കാമല്ലോ. ഇത് അഡിദാസിൻ്റെ ഒരു ടീഷർട്ട് ആയിരുന്നു കേട്ടോ. ഇത് നല്ലെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. പക്ഷേ ഇത് എനിക്ക് വളരെ ലൂസായിരുന്നു. ഇത് വീഡിയോയിൽ എത്രമാത്രം എനിക്ക് ജസ്റ്റിഫൈ ആക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ ലൂസ്. പക്ഷേ ഇത് ഭയങ്കര ലൂസായി കാരണം ഞാൻ എടുത്തില്ല. അങ്ങനെ ഈ ടീഷർട്ട് ഞാൻ വേറെ ഒരു വൈറ്റ് കളർ എടുത്ത് നോക്കി. പക്ഷേ ഇത് എനിക്കെന്തോ അത്ര ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. സോ ആ ബ്ലാക്ക് കളർ ടീഷർട്ടിൻ്റെ സൈസ് ഇല്ലാത്ത കാരണം ആ പരിപാടി അവിടെ വെച്ച് ഞാൻ നിർത്തി. പിന്നെ ഈ ടോയ് ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു സൈഡ് വലിവ്. ആള് ഈ ഡൈനോ ടോയ്സിന്റെയും അതേപോലെ ആനിമൽസ് ടോയ്സിന്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. അതുപോലെ ആൾക്ക് മിക്ക ഡൈനോസറിന്റെ പേര് അറിയാം കേട്ടോ. അങ്ങനെ ബിനുമോന് ഞങ്ങൾ ആ ഡൈനോ ടോയ് മേടിച്ചു. അപ്പൊ നോക്കുമ്പോൾ വൈഫ് കുട്ടി ആയിട്ട് ഉണ്ടാവുമല്ലേ, റിങ്, കമ്മല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിലൊരു റിങ് ഇഷ്ടമായി, ആൾ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് പോയിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ ഞങ്ങൾ ഇതേപോലെ വേറൊരു മാളിലേക്ക് പോയി. അവിടെ പോയപ്പോഴും ഇതേപോലെ നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടെ ഞങ്ങൾ ഇതേപോലെ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ബിലുമോൻ ഇന്ന് നല്ല വാശിയിലായിരുന്നു. ബിലുമോനൊരു സ്വെറ്ററൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സ്വെറ്റർ ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ ആള് കരഞ്ഞ് അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു ആള്. സോ അത് സൈസ് കുറച്ച് വലുതായിരുന്നു. സോ അടുത്തത് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആള് പിന്നെ സമ്മതിച്ചേ ഇല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം ബിലിമോനെ എടുത്ത് നടന്നു കഴിഞ്ഞപ്പോൾ ആളെ കരച്ചിൽ കാര്യങ്ങളൊക്കെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു മേക്കപ്പിൻ്റെ സെക്ഷനിലായിരുന്നു. അങ്ങനെ ആൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ആൾക്കൊരു ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഐലൈനറും വേണം. ബുർജോ പാരീസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും മേടിച്ചു. അത് വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ള ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഐലൈനർ മേബെല്ലയുടെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാപ്പാറൊട്ടിയിലേക്കാണ് പോയത്. ഞാനിത് ദുബായിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് പാപ്പാറൊട്ടി. എനിക്ക് അളിയനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഒരു ദിവസം ഫാമിലി ആയിട്ട് ഇതേപോലെ അളിയനും ഞാനും പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ അളിയൻ മേടിച്ച് തന്നതാണ്. ഇവരെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡെലീഷ്യസ് ആയ ബെന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തത് ഒരു മോക്ക ഫ്രാപ്പേ, ഒരു ചോക്ലേറ്റ് ഫ്രാപ്പേ, പിന്നെ ന്യൂട്ടെല്ല ബന്നും പിന്നെ ഒരു ബിസ്കോഫ് ബന്നും. സോ ഗൈസ്, നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നിരിക്കുക. സോ ഗൈസ്, ഇതാണ് കേട്ടോ ഐറ്റംസ് ഒക്കെ. ഇതാണ് ന്യൂട്ടെല്ല വെച്ചിട്ടുള്ള ബന്ന്, പിന്നെ ഇതാണ് ബിസ്കോഫ് ഫ്ലേവറുള്ള ആ ബന്നും.
സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ഇത് സംഭവം ബന്ന് സൂപ്പർ ബന്നാണ്. പിന്നെ ഇതില് കാര്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാല് ന്യൂട്ടല്ലയാണ് കുറേശ്ശെ ഇങ്ങനെ പരട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബന്ന് ഒരു രക്ഷയില്ല, അടിപൊളി ബന്ന്. ഇതിലൊരു ക്രഞ്ചിനെസ് ഉണ്ട്, ഏതോ ബിസ്ക്കറ്റിന്റെ ടോപ്പപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ടേസ്റ്റ് ഉണ്ട്, ഇതും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിലൊരു ചെറിയൊരു കയ്പുണ്ട് ചോക്ലേറ്റിന്റെ. അത് നല്ലൊരു ഫ്ലേവറാണ്, നമുക്ക് നല്ലൊരു സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ബിൻഷാദ്.